യെസ്. അപ്പൊ നിങ്ങള് എല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഒരു മീറ്റിംഗ് കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് മദ്യപിക്കാതെ. ഇപ്പോ ഇന്ന് നമ്മളെ ബിഗ് ബുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് എന്നെ വളരെ ആകർഷിച്ച ഒരു പ്രതിദിന മന്നങ്ങളാണ് ഇന്നത്തെ. അത് വളരെ വളരെ നമുക്ക് പല പ്രാവശ്യം വായിക്കണം ഞാൻ പറയുന്നത്. ഞാനിന്ന് തന്നെ എനിക്ക് ഒന്ന് രണ്ടുമൂന്ന് മീറ്റിങ്ങുകളിൽ ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ എല്ലാം വായിച്ചു. പിന്നെ അല്ലാതെ ഞാൻ വായിച്ചു മനസ്സിലായി. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളതാണല്ലോ ആ ഇൻസൈഡ് ലുക്ക് എന്നുള്ള അത് ഇംഗ്ലീഷിലുള്ള അത് വായിക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ല ഒരു വാക്ക് കിട്ടും. മലയാളത്തിലും അത് മോശമൊന്നുമല്ല. അത് അതിനകത്തൊരു അതിന്റെ ആ വിശദീകരണം കൊടുത്തതിൽ രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് കൊടുക്കുന്നതിൽ നമ്മുടെ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനിലെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഐ മസ്റ്റ് ലുക്ക് ഇൻസൈഡ് മൈസെൽഫ്. ഐ മസ്റ്റ്. അതുകൊണ്ട് അതൊരു വളരെ ഒരു എന്താ പറഞ്ഞ ഒരു ഇറ്റ്സ് ആൻ ഓർഡർ. യു മസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിരിക്കണം. ടു ഫ്രീ മൈസെൽഫ്, എന്നെ സ്വതന്ത്രനാക്കണം എന്നുണ്ടെങ്കിൽ. കാരണം ഞാനിന്നും മദ്യം കുടിക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ അതിന്റെ ടുഡേ ഞാനിന്ന് മദ്യത്തിന് അടിമയല്ല. അതിന് ശേഷമുള്ളതിനകത്തുണ്ട്. പക്ഷെ എന്താണ് ഐ മസ്റ്റ് ലുക്ക് ഇൻസൈഡ് മൈസെൽഫ് ടു ഫ്രീ മൈസെൽഫ്. അപ്പൊ ആ ഇതിൽ നിന്നുള്ള ഫ്രീഡം നമുക്ക് കിട്ടുന്നതിന് എൻ്റെ ഉള്ളിലേക്ക് പോകണം. വീണ്ടും അടുത്ത വാക്ക് എഴുതിയാണ് ഐ മസ്റ്റ് അഗൈൻ കോൾ അപ്പോൺ ഗോഡ്സ് പവർ ടു ഫേസ് ദ പേഴ്സൺ ഐ ഹാവ് ഫിയർഡ് ദ മോസ്റ്റ്. ഞാൻ ദൈവത്തിന്റെ ശക്തിയോട് കൂടിയിട്ട് ഐ മസ്റ്റ് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ആ വ്യക്തിയെ നേരിടാൻ ഉള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ഞാൻ തന്നെയാണ്. നമ്മൾ ആലോചിച്ചു നോക്കും. ആ വ്യക്തി മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തി മദ്യത്തിൽ നിന്ന് മോചനം നേടിയതിനു ശേഷം നാലാമത്തെ പടിയുടെ ഭാഗത്ത് വരുമ്പോൾ അത് നമ്മളത് എഴുതിയെടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് കണ്ടെത്തുന്ന ഒരു തിരിച്ചറിവാണ് ഞാൻ ഇനിയുള്ള കാലത്ത് ഞാൻ ഭയപ്പെടേണ്ടത് ഞാൻ എന്നെ തന്നെയാണ്. ബുക്കിൽ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ വായിച്ചാണ്, അല്ലാതെ ഞാൻ എൻ്റെതായിട്ടൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഐ മസ്റ്റ് കോൾ അപ്പോൺ ഗോഡ്സ് പവർ ടു ഫേസ് ദ പേഴ്സൺ ഐ ഹാവ് ഫിയർഡ് ദ മോസ്റ്റ്, ദ ട്രൂ മീ, ദ പേഴ്സൺ ഗോഡ് ക്രിയേറ്റഡ് മീ ടു ബി. ദൈവം എന്നെ സൃഷ്ടിച്ച ആ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ജീവിച്ച് നമ്മുടെ എല്ലാം ജീവിതം ഞാൻ നശിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് ഏടെ ഒരു മീറ്റിംഗിൽ ഇരിക്കാനും മെസ്സേജ് കേട്ടിട്ടൊന്നും മദ്യത്തിലൊന്നും മോചനം നേടിയിട്ട് ഇന്നും ഞാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നും വേറെ ഒരു ശക്തി ഞാൻ ഭയപ്പെടുന്നില്ല. ഇന്ന് എൻ്റെ ഉള്ളിലുള്ള ആ ഉറങ്ങിക്കിടക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഉണർന്നെണീക്കാവുന്ന വലിയൊരു ഒരു 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 രൂപമുണ്ട്. അതും ഞാൻ തന്നെയാണ്. അപ്പൊ അതിന്റെ വരുതിയിൽ നിർത്താനാണ് നമുക്ക് ഈ മുമ്പോട്ടുള്ള പടികൾ എന്നൊക്കെ ആണെങ്കിൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മളുടെ ബിഗ് ബുക്ക് സ്റ്റഡിയിലേക്ക് തന്നെ പോവാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത് വളരെ നല്ലൊരു ഡെയിലി റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞെന്നുള്ളത്. സോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് 76-ാമത്തെ പേജില് ആയിരുന്നു. 76-ാമത്തെ പേജില് 6-ാമത്തെ പടിയുടെ ഭാഗമായിരുന്നു അത്. അല്ലെ, ഇംഗ്ലീഷിലാണ് 76-ാമത്തെ, മലയാളത്തില് 74-ാമത്തെ പേജ്. 74-ാമത്തെ പേജ്. അപ്പൊ അതിന് മുമ്പിലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പൊ നമ്മൾ 5-ാം പടി ചെയ്തതിനു ശേഷം ഈ 6ഉം 7ഉം പടികളാണ് ഇനി നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം 6-ാമത്തെ പടി എടുത്തു. അപ്പൊ കഴിഞ്ഞ ആ 5-ാമത്തെ പടി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്നുള്ള ഈ 4-ാമത്തെ പടി ചെയ്തതിനു ശേഷം 5-ാം പടി നമ്മൾ തന്നോട് തന്നെയും ദൈവത്തോടും മറ്റൊരു വ്യക്തിയോടും ഏറ്റുപറയുന്നു. ആ അനുഭവം. അപ്പൊ അതിനകത്ത് എന്താണ് ആ ഭൂതകാലത്തിന്റെ ഒരു 73-ാമത്തെ പേജിലുള്ള പാരഗ്രാഫിനൊക്കെ ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് നാം ഇതിലേക്ക് വേണം. ഈ 5th സ്റ്റെപ്പിന്റെ സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് മുന്നിലേക്ക്.
അഥവാ എളിമയുള്ളവനായിട്ട് മാറുക. കാരണം എല്ലാവരുടെ ഉള്ളില് മറ്റൊരാളുടെ മുമ്പില് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ടെന്ന് പറയാനായിട്ടുള്ളൊരു ഭയങ്കര ഒരു മടിയുണ്ടാവും. പക്ഷെ പ്രോഗ്രാം അതിനാണ് ഇവിടെയാണ് നമുക്ക് സ്പോൺസറുടെ ആവശ്യം, ഇവിടെയാണ് ഈ ബിഗ് ബുക്കിന്റെ ആവശ്യം, ബിഗ് ബുക്ക് പഠിക്കേണ്ടതിന്റെ ആവശ്യം, പടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ ആ പ്രോസസ്സിൽ കൂടി, ആ പ്രൊസീജിയറിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ അഹങ്കാരം വരത്തില്ല. നമ്മൾ വളരെ സൗമ്യമായ രീതിയിൽ തന്നെ ദൈവത്തോടും മറ്റൊരാളോടും. അപ്പൊ അതുകൊണ്ട് ഈ അഹങ്കാരമാണ് നമ്മുടെ പ്രശ്നം, മെയിനായിട്ട് ഇതിന് തടസ്സം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും മറച്ചു പിടിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സന്തുഷ്ടരായിത്തീരുന്നു. നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാകുന്നു. കാരണം ഇത് ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മളൊരു ഭയത്തിന്റെ അടിമയായിട്ട് ജീവിച്ചാൽ ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇത് നിങ്ങൾ 4th സ്റ്റെപ്പും 5th സ്റ്റെപ്പും ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത് എത്രയൊക്കെ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം എന്റെ അനുഭവമല്ലേ, എന്റെ അനുഭവം, ഞാൻ എന്താണ് അനുഭവിച്ചെന്നുള്ളത് ഈ 4th ഉം 5th ഉം ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവം ഒരാൾക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് 5ാമത്തെ പടി ചെയ്തപ്പോൾ ഞാൻ ചിലർക്കൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ പറയാൻ പറ്റും, ഞാനൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ഞാൻ ഭയത്തിൽ നിന്ന് മോചനം. പക്ഷെ അതിലും ഉപരിയായിട്ടുള്ള മറ്റു പലതുണ്ട് ഈ 5ാമത്തെ പടിക്ക്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു, നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. ദൈവത്തിന്റെ സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയാം. നിമിഷമായി നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ കിട്ടിയ ഒരു സ്വാതന്ത്ര്യവും ഈ ഒരു സുഖവും ഒരു സൗഖ്യവും ഇനി ആ രോഗാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം സാധാരണഗതിയിൽ ഉള്ള എന്റെ അനുഭവത്തില് ഞാൻ 2 പ്രാവശ്യം ഒരു ഫോർമലായിട്ട് 5ാമത്തെ പടി ചെയ്ത ആളാണ്. പിന്നീട് പല പ്രാവശ്യം പല അംഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ സഹസഞ്ചാരികളായിട്ടുള്ളവരെ സഹായിക്കാനായിട്ട് 4th സ്റ്റെപ്പും അവരോടൊപ്പം ചെയ്തപ്പോഴും ഒക്കെ എന്റെ ആദ്യത്തെ 2 പേര് 5ാം പടി ചെയ്തവരെല്ലാം എന്താണ് പറഞ്ഞ 5ാം പടി കേട്ടതിന് ശേഷം ഒരു പ്രാർത്ഥന, അവരവരുടെ മനസ്സിലുള്ള ഒരു രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഇതൊന്നും ഇനി ആവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മളത് അവസാനിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ ചെയ്യുന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്, ഓരോ സ്പോൺസർമാരുടെയും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും 5ാം പടി ചെയ്യുന്ന ആൾക്കാരുടെ. പക്ഷെ ഏതായാലും ഇത് കേട്ട് കഴിയുന്ന ഒരാൾ പറയും, ഇനി നമ്മൾ ഈ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കരുത്, ഈ തെറ്റായിട്ടുള്ള വഴികളെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്, ഇനി ആ വഴിയിലേക്ക് തിരിയരുതെന്ന്. അത് സാധാരണതയിൽ തന്നെത്താൻ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു ഈ ഭയങ്ങളൊക്കെ വിട്ടുമാറിയിട്ട് ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് ചില ആത്മവിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. ഇത് ഈ ബുക്ക് എഴുതുമ്പോൾ ഉള്ള ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ കാലത്ത് ഈ ഏരിയയിലുള്ളവരിൽ ഒരു 50% അഗ്നോസ്റ്റിക്കുകളായിരുന്നു, അജ്ഞേയവാദികളായിരുന്നു. കുറച്ച് പേര് മാത്രമായിരിക്കും നിരീശ്വരവാദികളാണ്, ബാക്കിയുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചില ആത്മവിശ്വാസങ്ങൾ, ചില സ്പിരിച്വൽ ആയിട്ടുള്ള, ചിലർ റിലീജിയസ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളൊരു ഇതില്ലാന്നാണ്. പക്ഷെ വിശ്വാസികളാന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മിക്കവാറും അജ്ഞേയവാദികൾ തന്നെയാണ്. ശരിക്കും സംഭവം തന്നെയാണ്. ആരാ സ്വന്തം മതത്തെ എത്രമാത്രം ഫോളോ ചെയ്യണ്ടെന്നുള്ളത് സ്വയം തന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഞാൻ ഈ ഏരിയയിൽ വന്നതിന് ശേഷം പോലും ശരിയായിട്ടുള്ള ഒരു ക്രിസ്തീയതയിൽ ഞാൻ ജീവിച്ചിട്ടില്ല. ഈ 4th ഒക്കെ 5th സ്റ്റെപ്പൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ശരിയായിട്ടുള്ള അതിന്റെ ഒരു ഫോളോ ചെയ്യേണ്ട എന്നതിന്റെ ഒരു മനസ്സിലാക്കിയത്. ഇന്നും പൂർണ്ണമായിട്ടൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ പറയും ഒരു ഒരുക്കമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഓരോ ദിവസവും നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു ആണ് ഞാൻ പോകുന്നത്. എനിക്കൊരു യുദ്ധമില്ല ഒരു മതത്തിന്, ഞാൻ എല്ലാ മതത്തിനെ ആദരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അത് നോക്കണ്ട, ബുക്കിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ആത്മീയവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൊ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ, ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ആത്മീയമായ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. ഒരു മതത്തിലുള്ള വിശ്വാസികൾക്കും ഒരുപക്ഷെ പറയാൻ പറ്റാത്തൊരു കാര്യമാണിത്. ആത്മീയമായ അനുഭവം സാധാരണക്കാരിയായിരുന്നു. ചിലർ ഭയങ്കര തീവ്രമായിട്ടുള്ള ധ്യാനം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ദൈവാനുഭവം. സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചോളം അവര് പറയുന്നതാണ്, ഞാൻ എന്റെ മതത്തിനെ ഞാൻ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നല്ലേ പറയത്തുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നതാണ്, എനിക്ക് ഇതിൽ കൂടി ഒരു ആത്മീയമായിട്ടുള്ള പാത മാത്രമല്ല
എനിക്കിതിൽ പുതിയൊരു അനുഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ആ അനുഭവം എങ്ങനെയാണെന്നുള്ളത് ആർക്കും വിശദീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ആരും പറഞ്ഞു വിശദീകരിച്ച് തന്നില്ല. എനിക്ക് എന്റെ ഉള്ളിലേക്ക് പ്രകാശധാരകൾ ഒഴുകി വന്നോ, തണുപ്പ് വന്നോ, ചൂട് വന്നോ, കാറ്റ് വന്നോ, പൂക്കൾ വർഷിച്ചെന്നൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത് സ്വയം അനുഭവിച്ചറിയുന്ന ഒരു അനുഭവമാണ്. സോ അതുകൊണ്ട് അഞ്ചാമത്തെ പടിക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് എത്ര എന്നുള്ളത് മനസ്സിലായില്ലേ. അതിനുശേഷമാണ് നമ്മൾ ഈ 5-ാം പടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ മടങ്ങിയെത്തിയിട്ട് 1 മണിക്കൂർ നിശബ്ദമായിരിക്കുന്നു. ദൈവത്തെ അറിയാൻ കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഇതിൽ കൂടി ദൈവാനുഭവം ഉണ്ടായത് നമ്മൾ ദൈവത്തിന് ഇന്ന് നമ്മുടെ മനസ്സിന്റെ അഗാധ തലത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ഓരോ പടികളിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കൃതജ്ഞത വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ ആൽക്കഹോളിക്സ് മനസ്സിൽ. എല്ലാ പടികളിലും ഉണ്ട് കൃതജ്ഞത. എല്ലാ പടികളും എളിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ കൃതജ്ഞത, എളിമ, സ്നേഹം, ഈ ഒരു സഹിഷ്ണുത എന്നുകൂടെ മണി ചേർത്ത് വെച്ചോ. സഹിഷ്ണുത ഉള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹം ഉള്ളിടത്ത് സഹിഷ്ണുതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തിന് മാത്രം എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറയുന്നത് എന്റെ സ്പോൺസേഴ്സ് പറഞ്ഞു തന്നാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എന്റെ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല, എന്റെ പേഴ്സണൽ ആയിട്ട് ഒന്നുമില്ല അതിനകത്ത്. നമുക്കത് പ്രയോജനപ്പെട്ടാൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് പ്രയോജനപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള പിന്നീട് നമ്മൾ ആ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ 12 പടികൾ വരെയുള്ള ആ അമ്മയ്ക്ക് 59-60 പേജ് വരെയുള്ള ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനകത്തുള്ള അത് വരെ നമ്മൾ വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്റെ 4th സ്റ്റെപ്പിൽ ഞാൻ എന്തെങ്കിലും പൊളിച്ചു വെച്ചിട്ടുണ്ടോ, മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ ശരിയായിട്ട് ഉത്തരം പറയാനായിട്ട് അപ്പൊ നമുക്കൊരു ഏകദേശം ശരിയായെന്നുള്ളത് തൃപ്തി വരാം. ഓക്കെ, ഞാൻ റീസണബിളി ഞാൻ എന്റെ 5-ാമത്തെ പടി 4ഉം 5ഉം പടി 4ഉം 5ഉം ആണല്ലോ ഒന്നിച്ചുള്ളതുണ്ട്. അപ്പൊ 4-ാമത്തെ പടി ഞാൻ നന്നായിട്ട് സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ മറ്റൊരാളുടെ മുമ്പിൽ സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തൃപ്തികരമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 6-ാമത്തെ പടിയിലേക്ക് നോക്കാം. അപ്പോൾ മാത്രമാണ് നമ്മൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നതും. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതൊരു ആദ്യമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒന്നും ഇല്ലാത്തവർക്കൊരു ഓപ്പണിംഗ് വേണ്ടിയിട്ടാണ് ഞാൻ പുറകോട്ട് പോയിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു യെസ് ഐ ഡിഡ് മൈ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മൾ 6-ാമത്തെ പടിയിലേക്ക് പോകുന്നു. അപ്പൊ അത് ഇവിടെ ഉള്ളതെന്ന് ആഗ്രഹം അഥവാ സന്നദ്ധതയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സത്യത്തെ അംഗീകരിച്ചിരിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ, വൈകല്യങ്ങളെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതിനെ ഞാൻ തുറന്ന് ഒരാളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റ് നമ്മുടെ മദ്യത്തിന്റെ പ്രശ്നമായിട്ട് ഏത് കാര്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കുറെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ട്, കുറെ കച്ചടത്തിന്റെ ഗുണമൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ആരോട് പറയാനാന്നൊക്കെ പറഞ്ഞൊരു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല. ഇന്ന് എന്റെ സ്ലേറ്റ് ഒരു ക്ലീൻ സ്ലേറ്റ് ആണ്. അതിനകത്ത് ഒന്നുമില്ല, ഒരു കറയില്ല, ഒന്നും എഴുതിയിട്ട് ഒന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും പുറകോട്ട് പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാണ്, ഈ 6-7 പടികൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് 6 and 1 സ്റ്റെപ്പ് 1 2 3 1 2 3 പടികളെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആ പടികളിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചുവോ ആ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ സന്നദ്ധത അല്ലേ, 1 2 3 പടികളിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സന്നദ്ധത. ആ സന്നദ്ധത, ആഗ്രഹം അല്ലെ, സന്നദ്ധത, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നത് അന്വേഷിച്ചു. ഞങ്ങൾ നേരത്തെ തന്നെയാണ് 1 2 3 പടികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിക്കേണ്ടതെന്ന് ഞങ്ങൾ സ്വയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണ്. അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ തന്നെത്താൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സന്നദ്ധതയുടെ എന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമുള്ള സന്നദ്ധത എന്നുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. ആ സന്നദ്ധയിൽ കൂടി ഞാൻ ഇതിനെ ഫോളോ ചെയ്തു വന്നു. അപ്പൊ എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നതെന്ന് ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് ദൈവം എന്നിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് ഞാൻ ഇപ്പോൾ തയ്യാറാണോ? ആം ഐ റെഡി? 1-ാമത്തെ പടിയിൽ നമ്മളോട് പറയുന്നില്ലേ, നമ്മൾ എന്താ പറയുന്നത്, നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല. വി അഡ്മിറ്റഡ് വി ആർ പവർലെസ് ഓർ ആൽക്കഹോൾ. ഇവിടെ ഇതുപോലെ ഒരു സ്വഭാവത്തിൽ ഒരു ദൂഷ്യത്തെ എടുത്തു വെച്ച് ഐ അഡ്മിറ്റഡ് ഐ ആം പവർലെസ് ഓവർ മൈ ആങ്കർ. ഞാൻ ദേഷ്യത്തിന്റെ കാര്യത്തിൽ ശക്തിഹീനനാണ്. ഞാൻ വിദ്വേഷത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക്
4, 5 പടി ചെയ്തതിന് ശേഷം സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളും മാറ്റാനായിട്ടുള്ളൊരു അതാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയറിൽ ഇത് തന്നെ ഒന്നാമത്തെ പടിയിൽ മദ്യത്തിന്റെ സ്ഥാനം പേര് മാറ്റിയിട്ട് അവിടെ മദ്യം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ ഏതൊക്കെയാണ് അത് വെച്ചിട്ട് ഐ അഡ്മിറ്റ് ദ ട്രൂത്ത്, ഞാൻ സത്യത്തെ അംഗീകരിക്കുന്നു, ഇതാണ് എന്നിലുള്ള കുറവ്, ഇതാണ് എന്റെ ശക്തിഹീനത, ഇത് മൂലമാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും അൺമാനേജബിലിറ്റീസ്, അനിയന്ത്രിതാവസ്ഥ ഉണ്ടായത്. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ടൂൾ. 1, 2, 3. കാരണം ഇപ്പൊ ഒരു വിദ്വേഷത്തിന്റെ ഒരു കാര്യമാണെന്ന് വിചാരിക്കും. വിദ്വേഷം ചില വ്യക്തികളോട് എനിക്ക് ഒരു വിധത്തിലും, ഞാൻ 4, 5 പടികളിൽ അത് പറഞ്ഞതാണ്, പക്ഷെ ഇത് ഉള്ളിലിപ്പോഴും 4, 5 പടി കഴിഞ്ഞോടുകൂടി എല്ലാം പോയെന്ന് ആരും വിചാരിക്കണ്ട. അത് ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ളൂ. ഇത് പോകുന്ന പ്രൊസീജിയറാണ് 6, 7 പടികൾ, മുമ്പോട്ടുള്ള പടികൾ. ഇതിപ്പോ 12ാമത്തെ പടി വരെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കും. അപ്പോഴൊക്കെ അപ്പൊ എന്താ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബുക്ക് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇനി നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യനാണ് നമ്മൾ, ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പൊന്തി വരാം. ഇപ്പോ ഒരു വിദ്വേഷത്തിന് ഒരു വ്യക്തി എപ്പോഴും അതിന്റെ എത്രയൊക്കെ ഞാൻ അയാളോട് ക്ഷമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല. എന്താ നമ്മൾ ചെയ്യാ? ഈ കാര്യത്തിൽ ഈ വ്യക്തിയുടെ ഉള്ള വിദ്വേഷത്തിന്റെ കാര്യത്തിൽ ഞാൻ ശക്തിഹീനനാണ്. എന്നെ കൊണ്ടായി നോട്ട്, പ്ലീസ് ഹെൽപ്പ് മീ. കാരണം ഈ ഒരു പ്രശ്നം കാരണം എന്റെ ജീവിതം അനിയന്ത്രിതമാണ്. കാരണം ഞാനൊരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡുമായിട്ട് എന്റെ ദിവസം ആരംഭിക്കുന്നു. ആ രീതിയിൽ പോകുമ്പോൾ അന്നത്തെ ദിവസം എന്റെ മൊത്തം ഞാൻ അന്നത്തെ ദിവസത്തിൽ ഞാൻ ജീവിക്കുന്നില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഈ 6ാമത്തെ പടിയെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യത്തിൽ നിന്നുള്ള കെടുതൽ കിട്ടിയ അതേ രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതിനുള്ള സന്നദ്ധത നമ്മളിൽ നിന്ന് വന്നു. ആഗ്രഹം എന്നത് അനുപേക്ഷണീയമാണ്. ഈ സന്നദ്ധത എന്നിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ കുറച്ച് ഞാൻ ഇച്ചിരി ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലർക്ക് അത് ഈ കാര്യങ്ങളിലൊക്കെ ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നമുള്ളവർ വിചാരിക്കും ഞാനിപ്പോ ഒരു മറ്റു സ്ത്രീകളുടെ പരസ്പര ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ ഇത്തിരി മറ്റു പല കാര്യങ്ങളൊക്കെ ആയിക്കൂടെ എന്നുള്ളൊരു ചാറ്റ് ചെയ്യാം. ഇപ്പൊ ഒരുപാട് കുറെ ആളുകളായിട്ടൊക്കെ അടുത്ത കാലത്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുക. ഒരു പരിചയം പോലും ഇല്ലാത്ത ആളുകളുടെ ഞാൻ വാട്സപ്പ് മാത്രം, ചിലർ വേറെ കുറെ ഉണ്ടല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഏതാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴിയൊക്കെ ഒരു പരിചയമില്ലാത്തവരായിട്ടുള്ള ചാറ്റിംഗ് എന്നുള്ള ഇതിനകത്ത് കുടുങ്ങി കിടക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്റർനെറ്റ് വന്ന കാലത്ത് ഒരു ഇതുണ്ടായിരുന്നു ചാറ്റ് എന്നുള്ളത്. അതിനേക്കാളും കഷ്ടമായി. ഇപ്പൊ ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈവ് ടെലികാസ്റ്റ് നടക്കുന്നവർ, എന്നിട്ട് അതിനകത്ത് പൊടുങ്ങിയിട്ട് കാശ് പോയവരും സമാധാനം പോയവരും കുടുംബബന്ധത്തിൽ പോയവരും, അത് ഇതൊന്നും അല്ലെങ്കിൽ പിന്നീട് അടുത്തൊരു അഡിക്ഷനാണ് ഫോൺ അഡിക്ഷൻ. ഫോൺ അഡിക്ഷനിൽ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്തൊക്കെ പരിധികൾ വെച്ചിട്ട് ചെയ്യുന്നവർക്കറിയാം. നമുക്കത് പാടില്ല. നേരം എടുത്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഇന്നലെ രാത്രി കണ്ട ഫോണായിരിക്കും. എന്ത് ശരിയാവാനും ഞാൻ ചിലപ്പോ ചില സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എന്നും തന്നെ യൂട്യൂബിൽ നോക്കുന്നത്, അതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും, ഫോണല്ല വേറെ എന്തെങ്കിലും ഒരു വൈകൃതങ്ങളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിലത് കാണുമ്പോൾ തൊട്ടുപോയോ പിന്നീട് വരുന്ന അടുത്ത ദിവസം എപ്പോ യൂട്യൂബ് ഓപ്പൺ ചെയ്യാലും അതിനോട് അനുബന്ധിച്ചിട്ടുള്ളതിന്റെ ഇതായിരിക്കും. സോ എന്താ ചെയ്യുന്നത്? ആ സംഭവത്തിലേക്ക് തൊടാതെ ഇരുന്നാൽ പോരെ. തൊടത്തില്ല. അത് കുറച്ച് ശ്രമകരമായിരുന്നു. ഈ മദ്യ മാംസമൊക്കെ എന്റെ ഉള്ളിലുള്ളതല്ല. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന നിങ്ങളോട് മുമ്പിലിരിക്കുന്ന ഒരു വിശുദ്ധനൊന്നും അല്ല. സകല കച്ചറത്തരം കാണിച്ചിട്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് അതിന്റെ കുറച്ച് സമയമെടുത്തു, ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടി. സോ അപ്പൊ ഇവിടെ സ്വയം നമ്മൾ കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നത് ഞങ്ങളിപ്പോൾ തയ്യാറാണ്. കാരണം ഇപ്പൊ ഞാൻ എന്റെ ശ്രമമല്ല, ദൈവത്തിന് അനുവദിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, അതാണ് ദൈവത്തിനോട്. അപ്പൊ ഇവിടെ ആ ചോദ്യത്തിന് യെസ്, അങ്ങനെയാണെങ്കിൽ ഇനിയും എന്തെങ്കിലും പോകാനൊക്കെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ അതിന് തയ്യാറാകാൻ സാധിക്കാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അതാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. 6ാമത്തെ പടിയുടെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നിലുള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങളും മാറ്റാൻ ഞാൻ സന്നദ്ധമാണ്. അങ്ങ് വിചാരിച്ചാലാണ് ഇതിന് സാധിക്കത്തുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്റെ ഈ വക സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റിത്തരാനായിട്ട് ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. അവിടുന്ന് എന്നെ സഹായിക്കണം. ഈ രീതിയിൽ ഇതിനെ വർക്കൗട്ട് ചെയ്യണം. 6ാമത്തെ പടിയുടെ ഒരു പ്രയർ തന്നെയായിട്ട് കാണുന്നത്. സോ ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. അപ്പൊ അതിനുശേഷം നമ്മൾ 7ാമത്തെ പടിയിലേക്ക്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരു സന്നദ്ധമായി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളെയും ദൈവത്തിന് ഇവിടെ അപേക്ഷിച്ച് മാറ്റാൻ നോക്കുമ്പോൾ നമ്മളിലൊരു നല്ലൊരു മാറ്റം ഉണ്ടാവും. കാരണം ഇതൊരു പുതിയൊരു മനോഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളൊരു ശീലമായിട്ട് മാറിയിരിക്കുന്നു. കാരണം ഇതൊരു ഡെയിലി ഒരു ഡെയിലി ചെയ്യുന്ന ഒരു പ്രാക്ടീസായിട്ട് മാറും. കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ദിവസം ഡിസ്റ്റർബ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ എന്താ നമ്മൾ സാധാരണ ഇതിൽ രാവിലത്തെ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ എന്തായിരിക്കും, ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മദ്യത്തിനെ കുറിച്ചുള്ള ചിന്ത ഇനിയിപ്പോ വരത്തില്ല. മറ്റുള്ള പല കാര്യങ്ങളിലും ദൈവമേ എന്നെ മാറ്റി നിർത്തിയേക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് റെഗുലർ ആയിട്ട് വരും. ഇത് തനിയെ സംഭവിച്ചോളും. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ആ സന്നദ്ധത നമ്മളിലുണ്ട്. അപ്പൊ അതിനുശേഷം ഈ പ്രാർത്ഥന നമ്മൾ ചെയ്തതിനു ശേഷം റെഡി ആകുമ്പോൾ താഴെ പറയും പോലെ ഞങ്ങൾ പറയുന്നു. ഇവിടെ വീണ്ടും ഒരു പ്രയറിലേക്കാണ്. അപ്പൊ 6ാമത്തെ പടി ഒരു പാരഗ്രാഫിലാണ് അവർ ഒതുക്കിയിരിക്കുന്നത്. 7ാമത്തെ പടിയും ഒരു പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു പാരഗ്രാഫ്. അപ്പൊ ഇതിന് ഞാൻ സന്നദ്ധനാകുമ്പോൾ താഴെ പറയും ഞങ്ങൾ പറയുന്നു, ഇതൊരു പ്രാർത്ഥനയാണ്. എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നു. ഇത്രയുള്ള 7ാമത്തെ പടി. ഇംഗ്ലീഷിൽ അതൊരു ഒരു പാരഗ്രാഫായിട്ട് ചെറിയൊരു മലയാളത്തിൽ അത് വേറൊരു പാരഗ്രാഫായിട്ട് ചേർത്താണ് ഇരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ അതൊരു പാരഗ്രാഫ് ഇത്ര വരെ ഉള്ളൂ, പാരഗ്രാഫാണ്. അത് ആണ് യെസ്, when ready we say something like this: my creator, I am now willing that you should have all of me. ഞാൻ എന്നെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഗുഡ് ആൻഡ് ബാഡ്, എൻ്റെ ഉള്ള നന്മയും തിന്മയും. നമ്മൾ 4ാമത്തെ പടി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവും എല്ലാ കാര്യങ്ങളിലും ഞാൻ തെറ്റല്ല, എന്നിൽ നന്മയുടെ വശങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു ആ കോളം വരച്ചിട്ട് ആ രീതിയിൽ തന്നെ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്റെ പങ്ക് എന്താണെന്നുള്ളൊരു കോളം വരും. ചില കാര്യങ്ങൾ, വിദ്വേഷത്തിന്റെ കാര്യത്തില്, മറ്റുള്ളവരെ എന്നെ ദ്രോഹിച്ചവരുടെ ഒക്കെ വരുമ്പോൾ മനസ്സിലായില്ലേ, അവിടെ എന്നിലും നന്മയുണ്ട്. ഞാൻ എല്ലാം കൊണ്ടും ടോട്ടലി ഒരു അങ്ങനെ 100% ഗോൺ കേസ് അല്ല. എല്ലാ മദ്യപാനികളിലും നല്ല വശങ്ങളുള്ളവരാണ്. മദർ തെരേസയുടെ വാക്കുകൾ, മദർ തെരേസ കൃത്യമായിട്ട് ആ കോട്ടിന്റെ വാക്കാണ്. മദർ തെരേസ പറഞ്ഞിരുന്ന മദർ തെരേസയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആളുകൾ മദ്യപാനികളാണെന്ന് പറയും. അമിത മദ്യപാനികളായിട്ട് അവരാണ് നമ്മുടെ ഇന്ത്യയിൽ കൽക്കട്ടയിലെ എയുടെ വലിയൊരു തുടക്കം കുറിച്ച് തന്ന വനിത സെയിന്റ് ആണല്ലോ. അപ്പൊ ഒന്നാലോചിച്ച് നോക്ക്, മദർ തെരേസ പറഞ്ഞതാണ് നമ്മളിൽ നന്മയുടെയും തിന്മയുടെയും ഉണ്ട്. ഇവിടെ നമ്മൾ ഈ തിന്മ മാത്രമല്ല, എല്ലാം ഞാൻ ദൈവത്തിന് 7ാമത്തെ പടി തെറ്റിച്ചാണ്. ഗുഡ് ആൻഡ് ബാഡ്. I pray that you now remove me from every single defects of character which stands in the way of my usefulness to you and my fellows. Grant me strength as I go from here to do your bidding. Amen. To do your bidding. Amen. ഇതാണ് 7ാമത്തെ പടിയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയില് മലയാളത്തിലും കൂടെ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെ അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്ക് ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ആമേന്നൂടെ ഉണ്ട്. അത് മലയാളത്തിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ആമേൻ എന്നുള്ളത് ഒഴിവാക്കിയത്. എന്തായാലും അത് അങ്ങനെ കിടക്കട്ടെ. ഏതായാലും ഇത്രയും വായിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇപ്പോൾ നമ്മൾ 7ാമത്തെ പടി പൂർത്തിയാക്കി. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്, ഇത്രയുള്ള 7ാമത്തെ പടി. പക്ഷെ ഇത് 6ഉം 7ഉം പടികൾ ശരിക്കും ഏറ്റവും കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ള പടിയാണ്.
ഒരു ഡെയിലി ബേസിസിൽ നമ്മുടെ സ്വന്തം കണക്കുകൾ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് മിക്കവാറും ഉള്ള മീറ്റിങ്ങുകളിലൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡെയിലി ഇൻവെന്ററി എടുക്കണം. അതിനു വേണ്ടിയിട്ട് അങ്ങ് പത്താമ്പടിയിൽ കുറച്ച് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി, ഞങ്ങളുടെ ഡെയിലി ഇൻവെന്ററി തുടർന്നുകൊണ്ട് പോവുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നുള്ള ആ ഒരു രീതിയിൽ പലരും അങ്ങനെ സ്വന്തമായ വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം എന്താണ് ഉടനെ സമ്മതിക്കുകയും ചെയ്യുന്ന പത്താമ്പടിയിലല്ലേ ഇപ്പോഴേ അങ്ങനെയല്ല. എന്നും ചെയ്യാം, എന്നും ചെയ്യാം. ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാലോ. ഞാൻ കഴിഞ്ഞ ദിവസം ആ പാടെ ഒരു 5 മിനിറ്റ് ദൈവത്തിന് കൊടുത്തുകൂടെ 24 മണിക്കൂറിൽ? നന്ദി ദൈവമേ, ഇന്നത്തെ ദിവസം എന്നെ എന്റെ ഈ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എന്റെ ഇങ്ങനെയുള്ള പാതകങ്ങൾക്ക് എനിക്ക് മാപ്പ് തരണേ. അത് അവരവരുടെ സൗകര്യം പോലെ. ഇനി അത് മുമ്പോട്ട് ഞാൻ ഇത്രയും പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നന്ദി ദൈവമേ, ഇന്നത്തെ ദിവസം ഞാൻ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. നന്ദി ദൈവം, ഇത്രയും പറയുന്നതിന് കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ 6ാമത്തെ പടിയിലും ഒക്കെ ഇതല്ലേ പറയുന്നു. ആ ദിവസത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ 7ാമത്തെ വൈകുന്നേരം ഒന്ന് കിടക്കുന്നതിന് മുമ്പ് കട്ടിലെ കിടന്നതിന് ശേഷം അപ്പാടും കഴിച്ചിട്ട് വന്നതിന് ശേഷം കണ്ണടച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടോ ധ്യാനിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ആ കിടന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ എഴുന്നേറ്റു, ഞാൻ രാവിലെ പ്രാർത്ഥിച്ചു, താങ്കോ മറന്നുപോയില്ല. അല്ലെ ഒരു ചന്ദനത്തിരി കത്തിച്ച എന്റെ മുമ്പിലുള്ള ഫോട്ടോയുടെ മുമ്പിലോ രൂപത്തിന്റെ മുമ്പിലോ എന്താന്ന് വെച്ചാൽ ഒരു തിരി കത്തിച്ചു വെച്ചു. ദൈവത്തിന്റെ മുമ്പിൽ ഒരു നിമിഷം എത്ര സെക്കൻഡാ നിൽക്കുന്നുള്ളൂ, അത് നേരം നിൽക്കണ്ട, കൈ തൊഴുന്ന് നിന്നു. അപ്പോൾ അവരവരുടെ ജോലിയിലേക്ക് പോയി. ജോലി സമയത്ത് പോകുന്ന വഴിക്ക് ഞാൻ മനസ്സിലെപ്പോഴും ഉള്ള ഇതുണ്ട്, ഈ ദേഷ്യം ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും ആ പരക്കം പാച്ചിൽ ഞാനൊന്നും ഒഴിവാക്കിയിരിക്കുന്നു ദൈവത്തിന്. കാരണം അനുനിമിഷം 6ാമത്തെ പടിയിൽ പറയുന്നില്ലേ, യെസ്. അപ്പൊ ഇതെല്ലാം ഇനിയും എന്തെങ്കിലും ഈ എന്നിൽ നിന്ന് അനുവദിക്കാതെ പോകാൻ അനുവദിക്കാതെ എന്തെങ്കിലും സ്വഭാവത്തിലുള്ള വഴി ഇതൊന്നും എന്നിലേക്ക് വരരുത് എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലുണ്ടായിരിക്കണം. പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഓർക്കുമ്പോഴൊക്കെ ഒന്ന് ഓർത്താൽ മതി, ദൈവമേ ദേഷ്യം വരുന്ന ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ജോലിക്കാരൊക്കെയാണെങ്കിൽ ബസ്സിലൊക്കെ പല ഇഷ്യൂസ് ഒക്കെ വരും. കഴിയുന്ന നേരം മനസ്സിൽ തന്നെ പറഞ്ഞാൽ വേണ്ട, ഇതിനകത്ത് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യമുള്ളിടത്ത് നമ്മൾ പ്രതികരിക്കണം. പക്ഷെ പ്രതികരിക്കേണ്ട നമ്മുടേതായിട്ടുള്ള രീതിയുണ്ട്. അതൊരു ക്രോധത്തിലേക്കും വിദ്വേഷത്തിലേക്കും ഒരു അടിയിലേക്കും ബഹളത്തിലേക്കും പോകാൻ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അത് എവിടെയും പറയാൻ പറ്റും. മാർക്കറ്റിൽ പോയാലും പറ്റും, മീൻ ചന്തയിൽ പോയാലും പറ്റും. കാരണം അന്നത്തെ ദിവസം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്ക് എന്റെ നാവിൽ നിന്നൊന്നും വരാതെ, എന്റെ കണ്ണുകളിൽ അങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഞാൻ നോക്കാതെയും ഒക്കെ നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ ചിന്തകളിൽ പോലും. ഓഫീസിൽ ചെന്ന കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്താൽ ചിലർ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് അന്നത്തെ ഇത് ഓപ്പൺ ചെയ്യണതിന് മുമ്പ് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യമുള്ള ചാറ്റും അല്ലെങ്കിൽ ഫോണും ഒക്കെ കിടപ്പുണ്ടോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കിടപ്പുണ്ടോ നോക്കും. അത് ഇത് കുറച്ച് നമ്മൾ ശ്രമിച്ച ഇതെല്ലാം സാധിക്കും. ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പലരും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഇപ്പൊ എന്റെ എനിക്ക് തോന്നുന്നൊരു 40-45 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനൊക്കെ ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഈ കമ്പ്യൂട്ടർ ഇത് എല്ലാവർക്കും PCs ഒക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗകര്യമായില്ലേ, ഫുൾ ടൈം ഇന്റർനെറ്റ്. നമ്മളൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ എൻഡ് ഓഫ് ദ ഡേ എന്താന്ന് പറ്റിയത്, നമ്മുടെ മനസ്സമാധാനം കെട്ടുപോകാന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, എന്റെ സോബറൈറ്റിക്ക് തടസ്സമാവുന്നു ഒന്നും എനിക്ക് വേണ്ട, അത് വർദ്ധിക്കാൻ ഞാനായിട്ട് ഈ 6ാമത്തെ പടിയിൽ ഞാൻ തയ്യാറാവുന്നു. ആ പ്രാർത്ഥനയിലേക്ക് വരണം. ദൈവമേ എന്നെ സഹായിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുവിധമുള്ള സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോയിരിക്കും. എന്നിട്ടും പോകാൻ സാധിക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ 7ാമത്തെ പടിയിൽ വീണ്ടും ഒരു സമർപ്പണം. എന്നിലുള്ള നന്മയെയും തിന്മയെയും ഞാൻ സ്വയം മാറ്റിയെടുത്ത കാര്യങ്ങളെയും എന്നെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെയും ഞാൻ പൂർണ്ണമായിട്ട്, അതുപോലെ തന്നെ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ വെച്ചുകൊണ്ട് എന്നിലുള്ള എനിക്ക് സഹജീവികളായിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടാൻ പറ്റും. അത് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചായിരുന്നു.
Yes, my Creator, I am now willing that you should have all of me good and bad. I pray that you now remove from me every single defects of character which stands in the way of my usefulness to you and my fellows. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മള് ഈ ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും നല്ല സൃഷ്ടികളാണ് മനുഷ്യർ. ഈ ദൈവം സൃഷ്ടിച്ച മനുഷ്യ സൃഷ്ടിയിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസസുകളാണ് ആൽക്കഹോളിക്സ്. മനസ്സിലാക്കുക. വായിച്ചിട്ട് ഗ്രാൻഡ് മീ സ്ട്രെങ്ത് ആസ് ഐ ഗോ ഫ്രം ഹിയർ ടു ഡു യുവർ ബിഡിങ്. ആമേൻ. ഞാൻ ഇവിടെ നിന്ന് മുമ്പോട്ടുള്ള എന്റെ യാത്രയിൽ അവിടുത്തെ ഹിതം ചെയ്യാനായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ സ്വഭാവത്തിലുള്ള എനിക്കും അങ്ങേക്കും ഇടയിൽ വരുന്ന എന്താണ് ഈ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും നല്ല സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ്, അതിനകത്തൊരു സംശയമില്ല. ആ മനുഷ്യ സൃഷ്ടികളില് ഏറ്റവും നല്ല സൃഷ്ടികളാണ് ഓരോ മദ്യപാനികളും. ഇത്രയും അവരവരുടെ മേഖലകളിൽ തെളിയിച്ച ആരുമില്ല. വലിയ ശാസ്ത്രജ്ഞന്മാരും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മദ്യപാനികൾ എന്നുള്ള ഒരു സമൂഹം ശരിക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം ജീവിച്ചിരുന്നെങ്കിൽ, ശരിക്കും അവർക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ അവർ ശരിക്കും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പലരും എന്തൊക്കെ സ്ഥലങ്ങളിലാവുമായിരുന്നു എന്നുള്ള അവരവരാലോചിച്ച് നോക്കും. എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, PG ഉള്ള കോളേജ് ഉണ്ട്, 2 കിലോമീറ്റർ ദൂരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഞാൻ എന്തായത് ഞാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലായിരുന്നില്ല, ഞാൻ ഇന്റലിജന്റ് ആയിരുന്നു. പക്ഷെ ഏതായാലും ഞാൻ പിന്നീട് ജോലിക്കിറങ്ങി ജോലി ചെയ്ത മേഖലകളിലെല്ലാം എന്റെ കഴിവ് തെളിയിച്ചതാണ്. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു, ഹൈഡ്രോ പ്രോജക്റ്റുകളിലായിരുന്നു. ഒരുവിധമുള്ള ആളുകൾക്ക് ഒരു സാധാരണ ഹൈഡ്രോ പ്രോജക്റ്റിൽ ജീവിക്കുന്ന നല്ല കഴിവ് തെളിയിച്ചിട്ട് ആൾക്കാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത 2 കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തു. ഒരു സ്വീഡിഷ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു, ഫ്രഞ്ച് കമ്പനിയിലും വർക്ക് ചെയ്തു. എന്റെ ബയോഡാറ്റ കണ്ടിട്ട് ഇമ്മീഡിയറ്റ്ലി എനിക്ക് 2 സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്ത് പോസ്റ്റിംഗ് കിട്ടിയാണ്. ഇപ്പൊ കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല, പക്ഷെ അവിടെയും മദ്യമാണ്. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവസാനം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ഇന്നും ഒരു സംശയമാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്നെ തെരഞ്ഞെടുത്തിട്ട് ജോലി കിട്ടി. അവിടെയും എന്താ ചെയ്തത്, വീണ്ടും ഈ മദ്യപാനം. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഏഴ് വന്നു കേട്ടുകൊണ്ട് ഇന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ചെലവിനുള്ള ചാപ്പാട് പെൻഷനും മേടിച്ച് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങൾ ഈ 4th സ്റ്റെപ്പും 5th സ്റ്റെപ്പും ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് അപ്പൊ അതുകൊണ്ട് ഒരു പശ്ചാത്താപം തോന്നില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും സന്തോഷം എന്താണ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം. ഇന്നിപ്പോ ഞാൻ ഭയങ്കര എഞ്ചിനീയറോ അല്ലെങ്കിൽ വിദേശത്തോ സ്വീഡനിലോ ഫ്രാൻസിലോ അല്ലെങ്കിൽ UK യിലോ അമേരിക്കയിലൊക്കെ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ സന്തോഷം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ്, പക്ഷെ എനിക്ക് ഭയമില്ല, നിർഭയനാണ്. അപ്പൊ അതാണ് നമുക്ക് ഈ പ്രോഗ്രാം നമ്മളോട് നിർഭയനായിട്ട് ജീവിക്കണം. ഇന്ന് ഞാൻ എന്റെ മതത്തിനനുസരിച്ചുള്ള മറ്റു മതങ്ങളെ ഞാൻ ആദരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ജനിച്ച മതത്തിൽ തന്നെയാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്, മുഴുവനായിട്ട് അതിൽ തന്നെയാണ്. പക്ഷെ എന്നിലുള്ള മറ്റുള്ള വിശ്വാസങ്ങളുടെ രീതിയിൽ വേറൊരു ജീവിതം അത് എന്റെ പ്യൂർലി പേഴ്സണലാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല. ഈശോയുടെ മുഖത്തേക്ക് നോക്കുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഞാൻ മുമ്പ് നോക്കത്തില്ലായിരുന്നു, ഭയമായിരുന്നു. മാതാവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയമായിരുന്നു. ഞാൻ ഇന്ന് ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്. എനിക്കൊന്നും ഭഗവാൻ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ഭയം തോന്നുന്നില്ല. ഞാൻ വാരണാസിയിലാണ് ഒരു ജീവിതത്തിലെ ഒരു പൗതി സമയം ചെലവാക്കുന്നത്. കാശി വിശ്വനാഥന്റെ ക്ഷേത്രത്തിനകത്ത് വരുമ്പോൾ എനിക്ക് ഒരു ഭയം, ആ ശിവലിംഗ രൂപത്തിലേക്ക് കാശി വിശ്വനാഥന്റെ രൂപത്തിൽ നോക്കാൻ എനിക്കൊരു ഭയം തോന്നുന്നില്ല. അന്നപൂർണേശ്വരിയുടെ അതേ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ഭയം തോന്നില്ല. കാരണം എന്റെ ഉള്ളിൽ നിന്ന് കളവില്ല, സത്യസന്ധത, സ്നേഹം,
മറ്റുള്ളവരോടുള്ള കരുതല്. കാരണം ഇന്ന് എനിക്കും ദൈവത്തിനും ഇടയിൽ വരാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരാനുള്ള, പുറത്തുനിന്നുള്ള ഒന്നുമില്ല. ആരെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റും, ഒന്നുമില്ല. എന്റെ ഭാര്യ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ നോക്കുന്നതാണ്, എന്റെ സാമ്പത്തികമായിട്ടുള്ള നോ വേ. അപ്പൊ ഈ 6-7 പടികൾ ശരിക്കും നമുക്ക് ഫോളോ ചെയ്ത് മനസ്സിലാക്കി പോകാൻ കുറച്ച് സമയമെടുക്കും. സമയം എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ ഒരു ഡെയിലി പ്രാക്ടീസ് 6-7 പടികൾ ഒന്നിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1, 2, 3 പടികളെ നമ്മൾ ഉപയോഗിക്കുക. ഇതിനകത്ത് പിന്നീട് എന്തിനാ എനിക്കും ദൈവത്തിനും ഇടയിലുള്ള മതിൽ പൊളിച്ചു കളയാനായിട്ട് എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. 2ാമത്തെ പടി, എന്റെ ഈ പ്രശ്നങ്ങളെ, എനിക്കും ദൈവത്തിനും ഇടയ്ക്കിലുള്ള ഈ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എന്റെ ജീവിതം, എന്നിലുള്ള ആഗ്രഹങ്ങൾ, എന്റെ ജീവിത രീതികള് ഞാൻ മനസ്സിലാക്കിയ ശക്തിയിലേക്ക് ഞാൻ തിരിച്ചു വിടുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു ഇത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എപ്പോ വേണമെങ്കിലും എന്നിൽ ഈ അഹങ്കാരം, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇതിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നതാണ് ഇന്ന് 4ാമത്തെ പടിയുടെ കാര്യത്തിൽ വരുമ്പോഴല്ലേ പറയുന്നത്. 5ാമത്തെ പടിയിൽ നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് നാം ഇതിലേക്ക് വരണം. ആ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഏതൊരു മദ്യപാനിയെയും ഏറ്റവും കുഴി ചാടിക്കുന്ന സംഭവം ഈ അഹങ്കാരമാണ്. ഏതൊരു ഗ്രൂപ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അഹങ്കാരമാണ്. ഏതൊരു വ്യക്തികൾ തമ്മിൽ, ഏലുള്ള അംഗങ്ങൾ തമ്മിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ അഹങ്കാരമാണ്. അത്രയ്ക്ക് വരും. അതുകൊണ്ടാണ് ഈ 7 മാരക പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മളോട് വായിച്ചിട്ടുള്ളതാണ് അല്ലെ. അതിനകത്ത് ആ 7 മാരക പാപങ്ങൾ എന്നുള്ളത്, ഇതിനകത്ത് അതിന് അവസാനം പറയുന്നതാണ്, ഇതിൽ അഹങ്കാരം തലപ്പത്ത് വരുന്നു. ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ 7 മാരക പാപങ്ങളെ കുറിച്ച്. നമ്മുടെ 12 വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാന്ന് തോന്നുന്നു. ഇതൊക്കെ കേൾക്കണത് മനസ്സിലായില്ലേ. നമ്മള് ഈ പ്രോഗ്രാം നമ്മൾ ഇതിന് അത്രയ്ക്ക് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അതിന്റെ അനുസരിച്ചുള്ള ഗുണങ്ങൾ കിട്ടും. യെസ്. ആ 48ാമത്തെ പേജില് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ഇതാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന എന്താണ്, 48ാമത്തെ പേജിലെ ഏറ്റവും താഴെ 7 മാരക പാപങ്ങൾ എന്നറിയപ്പെടുന്ന അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത എന്നിവ ഈ ഘോഷയാത്രയിൽ ഈ ഘോഷയാത്രയിൽ മദ്യപാനികൾ വളരെ വലിയ സംഭവമായിട്ട് ഗുണമായിട്ട് കാണുന്ന ഈ ഘോഷയാത്രയില് അഹങ്കാരം തലപ്പത്ത് വരുന്നത് യാദൃച്ഛികമല്ല. ബൈബിളിൽ ആ ഓർഡറിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. നമ്മുടെ 12 എഴുതിയിരിക്കുന്ന വാക്കാണ്. ഈ 7 മാരക പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി സിൻസ്. ഞാൻ ഇത്രയും സമയം എടുത്തിട്ടൊക്കെ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നും എനിക്ക് ശരിക്കും ഒരു ഉറപ്പില്ല ഇതിനൊരു ഭാഷയോടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 48ാമത്തെ പേജ് തന്നെയാണ് ഈ 12 ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നത്. എന്താണ്? To avoid falling into confusion over the names of these defects should be called. Let's take a universal recognized list of major human failings. The 7 deadly sins of pride. 7 deadly sins of pride. 7 S capital, deadly D capital, sins S capital. അതിന്റെ അർത്ഥം ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എടുത്തിട്ടുള്ള വാക്കുകളിൽ നിന്നാണ് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പൊ സിൻസ് ഓഫ് പ്രൈഡ്, ഗ്രീഡ്, ലസ്റ്റ്,
anger, gluttony, envy, and sloth. It is not by accident that pride heads the procession. Pride heads the procession. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും തീർച്ചയായും എന്നോട് ക്ഷമിക്കണം കേട്ടോ. സോ അപ്പൊ അതുകൊണ്ട് ഈ 7ാമത്തെ പടി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ഒരു ഇനിയിപ്പോ 8ഉം 9ഉം പടിയും 10ാമത്തെ പടിയൊക്കെ എത്തിയാൽ പോലും ഈ 6, 7 പടികളെ കുറിച്ചുള്ള വിചിന്തനം ഈ ഡെയിലി ഇൻവെന്ററിയിൽ കൂടി മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ കണ്ണടച്ചു വിട്ടു, പറഞ്ഞത് പറഞ്ഞു, പോയത് പോയി, അല്ലെങ്കിൽ കണ്ടത് കണ്ടത് ആ രീതിയിൽ പാടില്ല. അത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് പിന്നീട് ഈ വളർന്നു വരും. അതൊരു ദിവസം വീണ്ടും നമ്മളെ വീണ്ടും പഴയ കുഴി തന്നെ കൊണ്ടെത്തി. തെറ്റുകൾ സംഭവിച്ചോട്ടെ. പെട്ടെന്ന് അതിന് നമ്മളിലൊരു മനോഭാവം ഉണ്ടായാൽ മതി. സത്യസന്ധമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പറയുന്നു, എനിക്കിതിന് കഴിയുന്നില്ല, സംഭവിച്ചു പോയി, എന്നോട് ഓർക്കണം. ഇത്തരം പറഞ്ഞതിന് എന്താ കുഴപ്പമില്ല. തന്നോട് തന്നെ ദൈവത്തിന് നമുക്കിടയിൽ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. അത് ആരോടെങ്കിലും വൈഫിനോട് പങ്കുവെക്കുന്നതല്ല. എന്നപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്ങനെ വരുമ്പോൾ മാർക്ക് പോകും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള സഹായിക്കുന്ന ആരാണ്? നമ്മുടെ 3ാമത്തെ പടിയുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, സംശയ ഈസ് അവർ ഫാദർ. ദൈവത്തെ കുറിച്ച് പറയുന്നതാണ്. ഈസ് അവർ പ്രിൻസിപ്പൽ, ഈസ് അവർ ഡയറക്ടർ. പിന്നെ പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങ് ജീവിച്ചാൽ പോരെ. സോ ഇറ്റ് ഈസ് പോസിബിൾ. ഒന്നും അതുമല്ലാത്ത ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒന്നും നമ്മളുടെ ഈ ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ബിഗ് ബുക്ക് എനിക്കൊരു സ്പോൺസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് ഞങ്ങൾ UK ഉള്ളവരൊക്കെ അവരുടെ ഇതിലാണ്. ഇപ്പൊ അത് ടൈം 1 മണിക്കൂർ ആയതുകൊണ്ട് എനിക്കിപ്പോ അത് മറ്റേ 12:30 ആയിരുന്നു രാത്രിയിൽ. ഇപ്പൊ അത് 11:30 ആയതുകൊണ്ട് മിക്കവാറും ഞാൻ മിക്കവാറുമില്ല 11:30 ആയപ്പോൾ ഞാൻ ഒരിക്കലും മുടങ്ങാതെ 12:30 ആയപ്പോൾ ഇടയ്ക്ക് മിസ്സായി പോകുന്നു. കാരണം അപ്പോഴത്തേക്കും ചിലപ്പോൾ ഉറക്കം വരും. അപ്പൊ അത് നമ്മളിപ്പോ ഇതാണ് ദേർ ഈസ് എ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്ന് ബില്ലും ആദ്യത്തെ 100 പേര് അവര് ഒരു സംശയമാണ്, ഒരുപക്ഷെ ഇതിനൊക്കെ പരിഹാരം ഉണ്ട്. അതുകൊണ്ടാണ് മേ ബി വൺ ഡേ സയൻസ് വിൽ കോൺകർ ഫോർ എ സൊല്യൂഷൻ ഫോർ ദിസ് ആൽക്കോളിസം എന്നുള്ളത്. എന്റെ എക്സാക്ട് വേർഡ് ഏതായാലും അതാണ് അതിന്റെ അർത്ഥം. 1939 ബുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പാണുള്ളത്. 38 ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് എഴുതി വെച്ചാണ്. ഇന്ന് എത്രയായിരുന്നു? 2025. സയൻസിനെ കോൺകർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സയൻസ് എന്തെല്ലാം കണ്ടുപിടിച്ചു. ഈ ബിഗ് ബുക്ക് എഴുതുന്ന സമയത്ത് ഫ്ലൈറ്റ് പറക്കാൻ പറ്റുമെന്നുള്ള സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചിരുന്നത്. നമ്മൾ വായിച്ചാണ് അല്ലെ, ഫ്ലൈറ്റ് സഹോദരന്മാരെ കുറിച്ച് പല രോഗങ്ങളും. ഇന്ന് എന്തിനാ പുതിയ സയൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത? ഈ ഒരു കാര്യത്തിന് ഇന്നും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന്റെ പ്രോബ്ലം സ്പിരിച്വൽ പ്രോബ്ലമിന് കെമിക്കൽ സൊല്യൂഷൻ ഇല്ല. പണ്ട് വിചാരിച്ചിരുന്നു ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞിട്ട് മദ്യപാനികളെ കൊണ്ടിട്ടിട്ട് ചികിത്സിച്ചിട്ട് കുറെ നേരം കഴിയുമ്പോൾ ചത്തുപോകുമായിരുന്നു എവിടെയെങ്കിലും കിടന്ന അസൈലംസിലൊക്കെ കിടന്നിട്ട്. അതായിരുന്നു ട്രീറ്റ്മെന്റ്. അതല്ല ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇത്രയും തെളിയിച്ചു ഏതായാലും ഇവര്. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ ഏതായാലും 8ാമത്തെ പടിയിലേക്ക് ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം നിങ്ങളുടെ ഇവിടെ ഗ്രൂപ്പിൽ ആരൊക്കെ എടുക്കുമെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കണം. ഈ 1930s എന്നുള്ള സമയം 30 to 1950 അല്ലെങ്കിൽ 1800 ലാസ്റ്റ് ആ കാലഘട്ടം മുതലുള്ള ഒരു കാലഘട്ടത്തില് അതേ സമയത്ത് ജീവിച്ച കുറെ ആളുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രോഗ്രാം ദൈവികമായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു. കാൾ ജൂങ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു. ബുക്ക്മാൻ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ, അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ജീവിച്ചു.
ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന സാം ഷൂമേക്കർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു. ഡോക്ടർ സിൽക്വർത്ത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു. പിന്നെ വില്യം ജെയിംസ് ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചു. വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്. ആ ബുക്കാണ് ഈ കാൾ ജൂങ്ങിനും സിഗ്മണ്ട് ഫ്രോയിഡിനും ഒരു വിശ്വാസം വന്നത്. ഈ പ്രോഗ്രാം വിൽ വർക്ക് എന്നുള്ള രീതിയിൽ, സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ, അല്ലാതെ മെഡിസിൻ ഇല്ലാന്ന് കണ്ടുപിടിച്ചതിനകത്ത് അദ്ദേഹം ഇതേ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ആ മീറ്റിംഗ് സോ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരേ കാലഘട്ടത്തില് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് വേറെ 1-2 പേരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ബിഗ് ബുക്കിൽ നിങ്ങളിവിടെ ഇതിന്റെ ഹിസ്റ്ററി ഗ്രൂപ്പിൽ ഷിബു ആണ് ആരോ എടുത്തിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ ഒരു മിക്കവാറും ആളുകളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല വ്യക്തികളും ഇതേ കാലഘട്ടത്തിലാണ്. അതിന്റെ ശേഷം ഉണ്ടായ ആ കാലഘട്ടത്തിൽ ഇതെല്ലാത്തിനും കൂടെ ക്രോഡീകരിച്ചു വന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പൊ ഈ ബുക്കിൽ എഴുതിയിട്ടുള്ള ഈ കാര്യങ്ങൾ, ആ 103 പേജ് പ്രോഗ്രാം ഓഫ് ഏറ്റവും 170 ഇംഗ്ലീഷിൽ 170 പേജ്, 364 പേജും 170 പേജും മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ 103 പേജ് അടുത്ത നമ്മള് എന്താണ് വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള ചാപ്റ്ററോടുകൂടി ആ പ്രോഗ്രാം ഓഫ് ആക്ഷൻ തിയറി ആണല്ലോ. ആ 103 പേജിനകത്ത് ഇന്ന് വരെ വള്ളി മാറ്റമില്ല. പല എഡിഷൻ, ബാക്കിയുള്ള എല്ലാത്തിനും മാറ്റങ്ങൾ ചെറുതായിട്ട് മാറ്റം പോകുന്നുണ്ട്. ഈ 103 പേജിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. വരുത്താൻ പറ്റത്തില്ല. സോ ഇത് നമ്മൾ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഇതിന് വില കൊടുക്കണം. വേറെയും കുറെ പേരുടെ പേരുകളുണ്ട്, എനിക്ക് പെട്ടെന്ന് എല്ലാവരും ഓർമ്മ വരുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളവരെല്ലാം മൺമറഞ്ഞു പോയി. ഇന്നും ആൽക്കഹോളിക്സ് അനോണിമസ് നിലനിൽക്കുന്നു. ഇന്നിപ്പോ ഈ മീറ്റിംഗിൽ കുറച്ച് പേര് കാണത്തില്ല. ഏതായാലും 33 പേരുണ്ട്. 33 പേര് ഇന്ന് മദ്യപിക്കാതെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്നെങ്കിൽ ദൈവാനുഗ്രഹമല്ലേ? സോ ഇത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ വില കൊടുക്കണം എന്നുള്ളൊരു കാര്യം പറയാണ്. ഓക്കെ, കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം നമുക്ക് അടുത്ത 8-9 പടികളിലേക്ക് പോവാം. അപ്പോൾ ഈ രീതിയിൽ പോയിക്കുമ്പോൾ മുമ്പോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ 7ാമത്തെ പടി പൂർത്തിയാക്കി. ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. അപ്പൊ ഈ 3ാമത്തെ പടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് നെക്സ്റ്റ് വി ഗോൺ ടു വിഗറസ് ആക്ഷൻ. നമുക്ക് കഠിനാധ്വാനത്തിന് ബിഗ് ബുക്കിൽ പല ഭാഗത്തും ഇത് എഴുതി വളരെ നല്ല രീതിയിൽ അത് എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് ഇപ്പോൾ പറയുന്നതിനാണ് ഇവിടെ തന്നതാണ് നമുക്ക് പറയുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ മോർ ആക്ഷൻ ആവശ്യമുണ്ട്. ശ്രമം കൂടാതെയുള്ള വിശ്വാസം മൃദുതുല്യമാണെന്ന് ഞങ്ങൾ കാണുന്നു. അത് വലിയൊരു വാക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. Now we need more action, without which we find that faith without work is dead. Let's look at step 8 and 9. 4-5 പടികൾ നമ്മൾ ഒന്നിച്ചെടുക്കുന്നു, 6-7 പടികൾ ഒന്നിച്ചെടുക്കുന്നു. ഇനിയിപ്പോ 8-9 പടികൾ ഏകദേശം ഒന്നിച്ച് തന്നെ എടുക്കുന്നു. നമുക്ക് 8-9 പടികളിലേക്ക് നോക്കാം. ഞങ്ങൾ ദ്രോഹിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ 4th സ്റ്റെപ്പ് എഴുതുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ സ്പോൺസർ പറയും ആ ദ്രോഹിച്ചവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. ആ ലിസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ പേരുകൾ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് നോട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം കീറിക്കളയോ കത്തിച്ച് കളയോ വെക്കുന്നത്. ആ പേരുകൾ മാത്രം, അല്ലെങ്കിൽ പേരിന്റെ ഒരക്ഷരമെങ്കിലും നിങ്ങൾക്ക് 8-9 പടി ചെയ്യാൻ വേണ്ടി നേരത്തെ അന്നേരം പിന്നീട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ ലിസ്റ്റ് ഉണ്ട്. അവരോടൊക്കെ പ്രായത്വം ചെയ്യാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്. സന്നദ്ധത ഞങ്ങളെ കുറിച്ച് തന്നെയുള്ള സ്വയം കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. 4th സ്റ്റെപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ലിസ്റ്റ് ഉണ്ടായതും അതിനുശേഷം 4, 5, 6, 7 പടികളും ചെയ്തപ്പോഴാണ് ഇതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്താലേ എനിക്ക് ഇതിനകത്ത് നല്ല മോചനം ഉണ്ടാവുന്നുള്ളത്. ആ സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്.
ഞങ്ങൾ കഠിനമായ സ്വയം ബോധ്യപ്പെടലിന് വിധേയരാക്കി. ഇപ്പോൾ ഞങ്ങളുടെ സഹജീവികളുടെ ഇടയിലേക്ക് ചെല്ലുകയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നാശനഷ്ടങ്ങളിലെ തകരാറുകൾ നീക്കിക്കളയുകയും ചെയ്യും. അപ്പൊ നമ്മൾ 8-9 പടിയിൽ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള നമ്മുടെ നാശനഷ്ടം, മറ്റുള്ളവരുടെ തകരാറുകളും നീക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും തന്നിഷ്ടം പോലെ എന്ന് ചെയ്യുന്ന മറ്റുള്ള സ്വാർത്ഥമോഹത്താൽ നയിക്കപ്പെട്ട് ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചു വാരിക്കളയുവാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇത് ചെയ്യുവാനുള്ള ആഗ്രഹം, ഈ വാക്ക് ശ്രദ്ധിക്കുക, ഇത് ചെയ്യുവാനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അത് വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിലേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ ഈ 8-9 പടികൾ ചെയ്യാനായിട്ടുള്ള അതിനകത്ത് എന്തെങ്കിലും സ്വാർത്ഥത, എല്ലാ കാര്യങ്ങളും തന്നിഷ്ടം പോലെ ചെയ്യുന്ന മട്ടിലുള്ള സ്വാർത്ഥമോഹത്താൽ നയിക്കപ്പെട്ട ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചു വാരിക്കളയുവാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇത് ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല എങ്കിൽ ചിലരോടൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എന്നോടും ദ്രോഹം ചെയ്തിട്ടുണ്ട്, അത് ഞാനതുകൊണ്ട് അവനോട് ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ, അങ്ങനെ പല രീതിയിൽ എന്തെങ്കിലും കാരണങ്ങൾ, ചിലപ്പോൾ ഭയമായിരിക്കും, എന്തായാലും ചിലരോട് നേരിടാനുള്ള ഭയമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടി ആ ആഗ്രഹം വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമ്മളുടെ 7-ാമത്തെ പടിയുടെ പ്രാർത്ഥനയാണ്. ആ 7-ാമത്തെ പടിയിൽ വീണ്ടും ദൈവമേ എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെ അധിപൻ അങ്ങായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് എന്റെ സഹജീവികൾക്ക് ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങേക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. 8-9 പടികൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ പ്രാർത്ഥന വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ്, അത് വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ സത്യസന്ധമായിട്ട് പല പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് പോയിരിക്കും. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യങ്ങളാണ്. അപ്പൊ പോരാത്തതിന് അതിനകത്തൊരു കാര്യം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, മദ്യത്തിന് മേൽ വിജയം. കാരണം മദ്യത്തിന് മേൽ വിജയം വരിക്കണമെങ്കിൽ 8-9 പടികൾ കൂടി പോയാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് 8-9 പടി പ്രാക്ടീസ് ചെയ്തല്ലേ പറ്റുള്ളൂ. മദ്യത്തിന് മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിലേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. മദ്യത്തിന് മുമ്പിൽ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദൂരം പോകാൻ ഞാൻ തയ്യാറാണെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. അത് 57-ാമത്തെ പേജിൽ നോക്കിയാൽ അറിയാം. ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, യെസ് എനിക്ക് AL കൂടി പോകണം, അത് ലഭിക്കുന്നതിന് എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവനാണെങ്കിൽ കുത്തിട്ടിട്ട് ഡോട്ട് എങ്കിൽ നിങ്ങൾ ചില നടപടിക്രമങ്ങൾ എടുക്കാൻ തയ്യാറുള്ളവരാകണം. ആ തയ്യാറെടുപ്പുണ്ടെങ്കിൽ പിന്നെ വേറെ അതിനകത്ത് ടോട്ടലി നമ്മൾ പിന്നെ ഒന്നും പറയാനില്ല. യെസ്, ഐ മേഡ് എ ഡിസിഷൻ to turn my will and my life over to the God of my understanding എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് പോകണം. ഒരു ഡെയിലി അല്ലെങ്കിൽ റെഗുലർ, ഡെയിലി നിയമത്തില്ല, റെഗുലർ ടച്ച് വിത്ത് എ സ്പോൺസർ, റെഗുലർലി അറ്റൻഡിങ് AA meetings, AA traditions also. നോട്ട് ഓൺലി ഇത് മാത്രമല്ല, സ്റ്റെപ്സിനോടൊപ്പം ഈ ട്രഡീഷൻസും ഒക്കെ. കാരണം ഈ എന്താന്ന് പറയുന്നത്, ലവ് ആൻഡ് ടോളറൻസ് എന്നുള്ളൊരു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ഇതാണ് 12. ഇന്നലെ ഞാനൊരു ഗ്രൂപ്പിൽ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ട്രഡീഷൻസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്നലെ ഒരു ഗ്രൂപ്പിൽ അത് നല്ല രീതിയിൽ പോയെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് എത്ര ദൂരം പോകാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞെങ്കിൽ, ഞാൻ അതേ അംഗമാണെന്ന് അംഗീകരിച്ചു വന്നെങ്കിൽ എനിക്ക് ഇതിനകത്തൊന്നും കളയാനില്ല. ഐ ഹാവ് ടു ഫോളോ. സോ അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളാരും ചോദിക്കൂല എന്നാണ്, ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ 7, 8, 6, 7 പടികളിലൊക്കെ ഉള്ള നിങ്ങളുടെ അനുഭവങ്ങളെങ്കിലും ഒന്ന്
പങ്കുവയ്ക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാജേഷ് ഫോർ സർവീസ്. റെക്കോർഡിംഗ് ഒന്ന് നിർത്തിയാൽ കേട്ടോ. താങ്ക് യു തമ്പി സാറേ, താങ്ക് യു വെരി മച്ച്. തമ്പി സാറേ, ഞാൻ അതിന് വ്യത്യാസത്തിൽ ദൈവാനുഗ്രഹത്താലും ഏഴോട്